കഴിക്കാതെ കർത്താവിന് വേണ്ടി മാറ്റി വെച്ചിട്ട് എന്ത് ചെയ്യും? ആ പണം മറ്റുള്ളവർക്ക് വിശക്കണവർക്ക് കൊടുക്കുമത് നമ്മൾ. അതാണ് ഇതിൻ്റെ ഉദ്ദേശം. ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം ഉണ്ടായെന്ന് വെച്ചാൽ അവർക്ക് ക്യാൻസറാണ്, വയറ് മൊത്തം ആമാശയം എടുത്തു കളയാൻ പറഞ്ഞിരിക്കുകയാണ്. 20 ലക്ഷം ആൾക്കാർക്ക് വരുന്നതിൽ 20 ലക്ഷത്തിൽ ഒരാൾക്ക് തന്നെ രോഗമാണ്. പക്ഷെ അവരെന്ത് ചെയ്യും? അവർ ഉടമ്പടി എടുത്തതിന് ശേഷം ആ വയറും വെച്ചുകൊണ്ട് തന്നെ വെളുപ്പിനെ ഇരുന്നുകൊണ്ട് 10 പേർക്ക് സ്വന്തം കൈകൊണ്ട് ആഹാരം ഉണ്ടാക്കി മെഡിക്കൽ കോളേജിൽ കൊണ്ടേ കൊടുക്കും. മനുഷ്യന്മാർക്ക് മാറിയ മാറ്റം കണ്ടില്ലേ? പാട്ടവെട്ടുകണേ, രോഗത്തോടും മരണത്തോടും സുവിശേഷം കൊണ്ട് പടവെട്ടുന്ന സുവിശേഷത്തിൻ്റെ വലിയ പോരാളികളുടെ ഒരു കാലഘട്ടമാണിത്. നിങ്ങളെ സാക്ഷിയൊക്കെ ഒന്ന് കേൾക്കണം കേട്ടോ. കാര്യം ദൈവത്തിൻ്റെ ഉദ്ദേശം നമ്മുടെ വിശപ്പ് നമ്മളറിയുക മാത്രമല്ല, മറ്റുള്ളവരുടെ വിശപ്പ് അറിയുകയാണ്. അതുകൊണ്ടാണ് നിയമാവർത്തനം 8:2 വായിച്ചേ. നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ എളിമപ്പെടുത്താനും നമ്മളെ എളിമപ്പെടുത്താനും തന്റെ കൽപ്പനകൾ അനുസരിക്കുമോ ഇല്ലയോ എന്നറിയാൻ നിങ്ങളെ പരീക്ഷിച്ച് നിങ്ങളുടെ ഹൃദയ വിചാരങ്ങൾ മനസ്സിലാക്കാനും വേണ്ടി ഈ 40 സംവത്സരം. ആർക്ക് മനസ്സിലാകാനാണ്? നോൻപ് കാലം ഒരു പ്രത്യേക കാലഘട്ടം സൃഷ്ടിക്കുകയാണ്, ഒരു പ്രത്യേക അറ്റ്മോസ്ഫിയർ സൃഷ്ടിക്കുകയാണ്. വിശപ്പ്, അതുപോലെ തന്നെ ദാരിദ്ര്യം ഒക്കെ അനുഭവിക്കുന്ന ഒരു പ്രത്യേക കാലഘട്ടം സൃഷ്ടിക്കുകയാണ്. ഇതെന്തിനാണ്? ഇത് ഓർക്കാൻ വേണ്ടിയാണ്. എന്താണ് ഓർക്കാൻ വേണ്ടിയത്? മരുഭൂമികൾ സൃഷ്ടിക്കുകയാണ് ദൈവം. കാര്യം പണ്ട് മരുഭൂമിയെ യഥാർത്ഥ മരുഭൂമിയിലൂടെ അങ്ങയുടെ മക്കളെ അങ്ങ് വിട്ടിരുന്നു. അതിൻ്റെ ഉദ്ദേശം അവരെ എളിമപ്പെടുത്തുകയായിരുന്നു. അതുവരെ എന്നിട്ട് പ്രലോഭനങ്ങളിലൂടെ അവർ കടന്നു പോയപ്പോൾ കർത്താവിൻ്റെ കൽപ്പന അറിയുക, അവർ പാലിക്കുകയോ ഇല്ലയെന്ന് അവരെ കൊണ്ട് തന്നെ അവരൊരു ഇൻട്രോസ്പെക്റ്റ് ചെയ്യുകയാണ്, വിചിന്തനം ചെയ്യിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു കാലഘട്ടം വന്നപ്പോൾ പിന്നെ മരുഭൂമിയുമില്ല, പരീക്ഷയുമില്ല. അപ്പോൾ അതെന്ത് ചെയ്ത് സഭ എന്ത് ചെയ്ത് ഒരു കൃത്രിമമായ മരുഭൂമിക്കാലം സൃഷ്ടിക്കും. നമ്മളുടെ ജീവിതത്തിലും ഇതുപോലെ മരുഭൂമികൾ ഉണ്ടാകും. ചിലപ്പോൾ ജപ്തി നടപടി, ഇപ്പോൾ മാർച്ച് മാസമല്ലേ, ജപ്തിയുടെ അയ്യർ കളിയാണ്. വെച്ച് കഴിഞ്ഞാൽ ജപ്തിയുടെ പല ആൾക്കാരും ഇറങ്ങി കൊടുക്കേണ്ടി വരുമോ എന്ന്. അപ്പം അത് നോൻപ് കാലത്തിൻ്റെ കൂടെ തന്നെ പ്രാക്ടിക്കലായിട്ട് തന്നെ നമുക്ക് പാർപ്പിടം നഷ്ടപ്പെടുന്ന അവസ്ഥ വരുന്നു. അതുപോലെ തന്നെ നമുക്ക് സാമ്പത്തിക ദാരിദ്ര്യം വിഷമിക്കുന്ന പലയിടത്തും ചോദിച്ച് നമുക്ക് കിട്ടണില്ല പൈസ. ബാങ്കിൽ പറയുമ്പോൾ പറയും അത് ഇപ്പോൾ മാർച്ച് മാസമാണ്, ഇയർ എൻഡിങ് ആണ്, ഇപ്പോൾ സഹായിക്കാൻ പറ്റുകയില്ല. പക്ഷേ ജപ്തി നടപടി വരുന്നത് ഇപ്പോഴാണ്. ഇയർ എൻഡിങ് കഴിയുമ്പോൾ നമ്മുടെ ജപ്തിയും കൊണ്ട് അവർ പോവുകയും ചെയ്യും. അപ്പോൾ ഒരേ ബാങ്ക്